ഇല്ലടാ പുറത്തിറങ്ങാൻ പേരീന്ന് പുറത്തിറങ്ങാൻ ടൈം കിട്ടില്ല. മെസ്സി സ്കോസ് ഗോൾ ഇക്കാച്ചി ക്ലീൻ ഷേവ്. അർജന്റീനന്റെ കളി കഴിഞ്ഞോ അതോ എന്താ അവസ്ഥ? സെവനപ്പാ എടാ എന്നെ ഈഗോ ആക്കല്ലേ വെറുതെ. ഞാനൊന്ന് ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങിയാണ്ടല്ലോ പെസ്സൊക്കെ. നമുക്ക് ഡിവിഷൻ 1 ലേശം ടൈം കയറിയതാ കൊണ്ട് ഇന്നലത്തെ കളി കണ്ട് എന്നെ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യല്ലേ മുത്തേ. ശരിയായ കളി നമ്മൾ പുറത്തെടുക്കും. KVയുടെ എലിക്കണിയോ എന്താ മറ്റേ വിപ്സിനെ അടിച്ച കേസാന്നോ? ഞാൻ അറിഞ്ഞത്. ഞാൻ പറഞ്ഞേക്കണ അനാവശ്യ വള്ളികളൊന്നും പോയി എടുക്കാൻ നിൽക്കണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞേക്കണേ. മോണിറ്ററിങ് കഴിയട്ടെ ഗൈസ്. മോണിറ്ററിങ് കഴിഞ്ഞിട്ട് നമുക്ക് സിറ്റുവേഷൻസ് ഒന്നും ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ മോണിറ്ററിങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ സിറ്റുവേഷൻസ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു FRP വലിച്ചു കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും FRP കിട്ടി കഴിഞ്ഞാൽ നമ്മളിഞ്ഞ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അപ്പോൾ അതിലാറ് നല്ലത് ഉണ്ടാതെ അടിച്ചണ പോലൊക്കെ അടിക്കണം എന്ന് തോന്നി അങ്ങനെ താത്താൻ തോന്നുന്ന പോലൊക്കെ അടിച്ച് താത്തിട്ട് അതൊന്നും ചൊറല്ല. 7 ദിവസം കൂടി അല്ലേ താത്തുള്ളൂ. സക്കായി ഇഷ്യൂ ഒന്നുമില്ലല്ലോ. സക്കായിൻ്റെ എന്തോ ഏജ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് എന്തോ VC വിളിച്ചതാ. ഓലത് വെരിഫൈ ആയി. ഓർക്ക് തിരിച്ച് വൈറ്റ് ലിസ്റ്റ് ഇട്ടല്ലോ എല്ലാവർക്കും. തിരിച്ച് കയറി സിറ്റിയിലെല്ലാവരും. DC ഷെയ്ക്ക് വീഡിയോ ചെക്ക് എന്തുവാ ഇതെൻ്റെ ഹലോ വേറൊന്നും വേണ്ട. വേറെന്താ എന്താ ടൈപ്പ് ചെയ്ത് പിടിച്ച് വാങ്ങിയത് എന്തൊക്കെയാണ്? ആ മതി അത് വാങ്ങിയാൽ മതി. ടെർബോ മിന്നൽ അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൂൺ അവർക്ക് പോസിബിൾ ആവുന്ന ടൈമിൽ അവർ വന്ന് എന്തായാലും ഇവിടെ തന്നെ കളിക്കും. ന്യൂട്ടല്ല അതൊക്കെ കേൾക്കുന്നുണ്ടോ? മറ്റേ പോലെ മൈക്ക് ഇവിടെയാണല്ലേ. സോറി മുമ്പ് ഇവിടെ എന്നാണ്ട് ഇങ്ങനെ എന്നാണ്ട് നമ്മൾ വർത്താനം പറയലുള്ളത്. ഇപ്പൊ അങ്ങനെ വർത്താനം പറയാൻ പറ്റില്ല. ഇവിടെ തന്നെയാണ് മൈക്കുള്ളത്. മുജി അയാ ശ്രദ്ധിച്ചില്ല ഗൈസ്. റിയൽ പർച്ചേസ് കബി എടാ കുറേ ദിവസമായിട്ടാ മുട്ടായൊക്കെ തിന്നിട്ട് പുറത്ത് അങ്ങനെ പോകാറില്ല. അപ്പോൾ അങ്ങനെ മുട്ടായൊന്നും തിന്നാൻ ടൈം കിട്ടില്ല. അപ്പോൾ റോയലിനെ പറഞ്ഞാൽ മുട്ടായി അങ്ങനെ നോക്കിയ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5 GTA സമയം കിട്ടുമ്പോൾ RP കളിക്ക്. RP നമ്മൾ ഇന്നലെ സിറ്റി കയറിയില്ല. നമ്മളെ കൊണ്ട് ചെയ്യുന്ന പോലെയൊക്കെ നമ്മൾ RP ചെയ്തേ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ഓരോരോ ഇഷ്യൂസ് ആയതുകൊണ്ടല്ലേ. ഞാൻ എന്തെങ്കിലും ഒരു പഴയ ബിസിനസ് പോലത്തെ എന്തെങ്കിലും ഒരു സാധനം തിരിച്ച് സിറ്റിയിൽ കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മളെ ബുർജിൻ്റെ ഇനാഗുറേഷൻ സെറ്റ് ചെയ്ത പോലെ ഒരു ഫംഗ്ഷനും കൂടി നമുക്ക് അതേപോലെ സെറ്റ് ചെയ്യണം. ലൈക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനം നോക്കട്ടെ. അത് ഒരു എന്തെങ്കിലും ഒരു ഇനാഗുറേഷൻ പോലെ തന്നെ നമുക്ക് എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരും ഗ്യാദർ ചെയ്യണ ഒരു നല്ലൊരു സിറ്റിയിൽ എല്ലാവർക്കും ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഒരു RP ഇതേപോലെ പഴയ പോലത്തെ ഒരു RP നമ്മൾ ഡിസംബർ 3-നോ 5-നോ ഒക്കെയാണ് അന്ന് നമ്മളെ ബുർജ് ഇനാഗ്രേറ്റ് ചെയ്തത്. അതേപോലെ വേറൊരു സാധനം കൂടിയും കൊണ്ടുവരണം. ഒരു മിനിറ്റ്. താജ്മഹൽ എങ്ങനെയാ ബിസിനസ് RP ആവുന്നത്? വെയിറ്റ് ചെയ്യേ. പിന്നെ ഇത് ഗോഡ് വന്നല്ലോ. ശരി വെയിറ്റ് ചെയ്യേ. പക്ഷേ എന്താണ് ശരിക്കാ പരിപാടി? ഇപ്പൊ വന്നിട്ടുള്ളൂ. ചുമ്പ മന്തിൻ്റെ ഞാൻ ആലോചിച്ചതായി. നമുക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു 5% 10% നമ്മളെ ഹെൽത്തും ആർമറും കുറച്ച് കൂടുന്ന പോലത്തെ ഒരു ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിച്ചിന്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ MRC ഗ്യാങ്ങൊക്കെ വന്നതിന് ശേഷം ഫുൾ കംപ്ലീറ്റ്ലി ഈ ബിസിനസ് RP ഒക്കെ നമ്മൾ വിട്ടു. ചെയ്യണം നമുക്ക് എന്തായാലും ബിസിനസ് RP നമുക്ക് ബിസിനസ് തുടങ്ങണം. അത് ശരിയായ RP ആയിരിക്കും കേട്ടോ. ഒരു ബിസിനസ് എന്തായാലും സെറ്റ് ചെയ്യണം. ഭാഷ പാല് കൂടിയെന്നാ എന്ത് ശരിയല്ല.
പാല് കുടിയുന്നു തുടങ്ങി അതെന്താ എല്ലാത്തിനും പാല് കടി. കുടി? ഒരു വീഡിയോ ഉണ്ട്, പൂച്ച വന്നിട്ട് ഭാഷയെ പാല് കുടിയുന്ന ഒരാൾ പറയുന്നത് ആ മയിലാണ്. അയ്യേ എന്തുവാടാ സെവനപ്പ് ഷെയ്ക്കോ? എടാ മുത്തേ, ഞാൻ ഷെയ്ക്ക് അത് ഞാൻ പറഞ്ഞു കണ്ട്. ഷെയ്ക്ക് അത് എക്സ്ക്യൂസ്. ഷെയ്ക്ക് ടു ഒരു ബാഡ്. എക്സ്ക്യൂസും അല്ല മുത്തേ. ഞാൻ പറയട്ടെ, നമ്മൾ കളി നിർത്തി ലിറ്ററലി നമ്മൾ വേറെ പരിപാടികളായിട്ട് മാറി. പെസ് എന്നുള്ള ഒരു അധ്യായം നമ്മൾ വിട്ടു നമ്മളെ ജീവിതത്തിൽ നിന്ന്. അതുകൊണ്ട് നമ്മളൊന്ന് ഷെയ്ക്ക് മാറി ഞാനും നിന്നുകൊണ്ട് കളി നിർത്തിയിട്ട് മാസങ്ങളായി. പക്ഷെ ഞാൻ ഇനി ഇതായി. വന്നാൽ ഷെയ്ക്കിനെ ഞാൻ അടിക്കും, ഓയോ മനസ്സിലായി? എനിക്ക് തുടങ്ങാനാ? കോൺഫിഡൻസ് ഉണ്ട്. ഓയോ നല്ല കച്ചവടം കിട്ടും സിറ്റിയിൽ അല്ലേ? ഷെയ്ക്ക് നോക്കിയ വരും ഫസ്റ്റ് പെണ്ണുമായിട്ട്. ഓയൊക്കെ തുടങ്ങിയ പിന്നെ അവൻ വരും, ആര്? മാക്ക് വരും രണ്ടാമത്. മാക്ക് അതിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് തരുമോന്ന് ചോദിക്കും മിക്കവാറും. കാരണം ഇങ്ങനെ ഇടക്കിടക്ക് റൂം എടുത്തുകൊണ്ട് പൈസ കളയുന്നില്ലാറല്ലത് അതിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് ആയാലേ അത് ശരി, അത് ശരി. ആകുമ്പോ അതിന്റെ ഒരു അവർക്ക് കിടക്കുക. ഏർണിങ്സ് ഓൻ തന്നെ തിരിച്ച് കിട്ടുമല്ലോ. ഫ്ലഫി സാധനം പിടിപ്പിച്ചു. എടാ അത് കഴിഞ്ഞിട്ടുള്ള കളിയിലുള്ള കംബാക്ക് നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? ലാസ്റ്റ് മാച്ചിന്റെ 7 സ്റ്റാർ ബുർജൽ അറബ്. നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരണം. എനിക്ക് എന്താന്നുള്ളതൊന്നും ഉറപ്പിച്ചിട്ടില്ല. നോക്കാം, എന്തെങ്കിലും ഒരു ബിസിനസ് ആർപ്പി നമുക്ക് ഷെയ്ക്ക് സിറ്റിയിൽ മസാജ് എല്ലാവരും. സെന്റർ തുടങ്ങാം. എന്തെന്റെ ആഗ്രഹങ്ങളാന്ന് ഇവന്മാർക്കല്ല. സിറ്റിയിൽ ഷെയ്ക്ക് ഞാൻ എല്ലാവർക്കും ചെയ്യാം ഗ്യാദർ ചെയ്യാൻ മസാജ്. പറ്റുന്ന ഒരു ഇവന്റ് കൂടി നമ്മൾ എന്തായാലും കണ്ടക്ട് ചെയ്യും ഇൻഷാ അല്ലാഹ് സൂൺ. അണ്ടർ റേറ്റഡ് പ്ലേസിനെ കൊണ്ടുപോവാ ഗ്യാങ്ങിലോട്ട് ചെയ്യിക്കാൻ. ഇതിനാടാ അണ്ടർ റേറ്റഡ് പ്ലേസ്. ആദിവേലി ടു RG7 നെവർ ഡിസപ്പോയിന്റ്. എടാ എന്തിനാടാ ആ ചെക്കനെ വെറുതെ ഇങ്ങനെ ഇതാക്കുന്നത്? ഓൻ്റെ കാര്യങ്ങളായിട്ട് പോട്ട്. നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷനോ എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. ആവശ്യമില്ലാത്തടത്തൊക്കെ ഇങ്ങനെ വെറുതെ ചുമ്മാ ഒന്ന് ട്രാക്ക് ചെയ്യണ്ട. ചുമ്മാരി ഇന്നത്തെ നോക്കിയുടെ കൊണ നോക്കിയ കൊണക്കും ചെയ്യും അടിക്കും ചെയ്യും ഗൈസ്. അതുകൊണ്ട് അത് വിട്. R27 ആണെന്ന് ഞാൻ കണ്ടു. ഞാൻ റോളൊന്നും മേടിച്ചിട്ടില്ല. ഈ റോള് എവിടുന്നാ മേടിക്കലത്? ഇതിന്ന് DC ആദ്യം കോപ്പി ചെയ്ത് കണ്ടിട്ടുണ്ടേ. ഇതെന്താണ് ഇനീഷ്യലി അപ്രൂവ്ഡ് പെൻഡിങ് ഗ്യാങ് അല്ല റാംബോ രാജുഭായ് ഷെർലക് ഹോംസ് IG റാസ്യൂസ് മാക്ക് കുറുപ്പ്. ഇത് എത്ര ആളാളിയാ? 1 2 3 4. ഓക്കെ, ഒരു ലീഡർ 4 ലീഡേഴ്സ്.